ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും ശക്തിയുള്ള ഒരു മണ്ഡലമാണ് എലത്തൂർ. അവിടെ ഉത്കണ്ഠപ്പെടേണ്ട ആശങ്കയ്ക്ക് യാതൊരു വഴിയുമില്ല. നല്ല ഭൂരിപക്ഷത്തോടുകൂടി LDF സ്ഥാനാർത്ഥി ജയിക്കും. ജില്ലയിൽ മുക്കം മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ കടുത്ത വിയോജിപ്പ് സംഘടനയ്ക്കകത്തു നിന്നൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറിക്കൊണ്ട് ദേശീയ നേതൃത്വം താങ്കളെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മാറിയിട്ടുള്ളത്. അത്തരത്തിൽ സംഘടനയ്ക്കകത്തുണ്ടായ എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെട്ടോ? എങ്ങനെയാണ്? അല്ല, ചില തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു. കാരണം സ്ഥാനാർത്ഥിയെ അന്തിമമായി തീരുമാനിക്കുന്നത് കേന്ദ്ര നേതൃത്വമാണ്. ജില്ലാ കമ്മിറ്റി പറയുന്ന സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തണമെന്ന് പറഞ്ഞാൽ പിന്നെ അന്തിമ തീരുമാനം വേറെ കൊടുക്കണ്ടല്ലോ. അതാത് സ്ഥലത്തെ ആളുകൾ എടുത്തോളാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എലത്തൂർ മണ്ഡലത്തിലെ NCP പ്രവർത്തകരല്ലേ തീരുമാനിക്കേണ്ടത്. സംഘടനാപരമായി ആലോചിക്കുമ്പോൾ അതിനൊരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ഈ തെറ്റിദ്ധാരണകൾ മാറിയോ? മുക്കം മുഹമ്മദൊക്കെ ആയിട്ട് സംസാരിച്ചോ? സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ പാർട്ടി പ്രവർത്തകരെയൊക്കെ തന്നെ എലത്തൂർ മണ്ഡലത്തെ സജീവമാക്കാൻ വേണ്ടി എലത്തൂർ മണ്ഡലത്തിലെ പ്രവർത്തകന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അവരെടുത്ത നിലപാട് കേന്ദ്ര സംസ്ഥാന നേതൃത്വമാണ് അസംബ്ലിയിലേക്കുള്ള സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കേണ്ടത്. അവർ എക്സിനെ തീരുമാനിച്ചാൽ ആ എക്സിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് എലത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ NCP പ്രവർത്തകന്മാരുടെ ഉത്തരവാദിത്വം എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ജില്ലയിൽ മറ്റ് പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ സംസ്ഥാന നേതാക്കൾ താങ്കളുടെ കൂടെ നിൽക്കുന്നതും അല്ലാത്തതുമായ അത്തരത്തിലുള്ള എന്തെങ്കിലും ആലോചനകളോ മീറ്റിങ്ങുകളോ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? അല്ല, അതിപ്പോൾ ഇന്നലെയാണല്ലോ ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പം ഇന്ന് ഇവിടെ ഞാൻ വന്നു, കാര്യങ്ങൾ കണ്ടു, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി മറ്റുള്ളവരുടെ നേതാക്കന്മാർ ശ്രദ്ധയിൽ വേറെ രംഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പരിഹാരം കാണാനുള്ള ശ്രമം നടത്തേണ്ടത് ഉത്തരവാദിത്വം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും എലത്തൂർ മണ്ഡലത്തിലെ AK ശശീന്ദ്രന് എതിരാളി എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളൊരു സാഹചര്യം തന്നെ നിലവിലെ ചിത്രം എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. പക്ഷേ അതേസമയം തന്നെ സംഘടനയ്ക്കകത്ത പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം താങ്കൾ ഏറ്റെടുക്കില്ലേ? അല്ല, ഞാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ഉത്തരവാദിത്വം അതാണ്. ആ ഉത്തരവാദിത്വം ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിർവഹിക്കാൻ ഞാനും ബാധ്യസ്ഥനല്ലേ. ആ ശ്രമങ്ങൾ നടത്തും.